നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഷ്ണങ്ങൾ അരിയുമ്പോൾ ഏത് രീതി വേണമെങ്കിലും നമുക്ക് അരിയാവുന്നതാണ്. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. നമ്മളിത് കുക്കറിലാണ് വെക്കുന്നത്. കുക്കറിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് സമയം ലാഭം ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ഓഫീസിലൊക്കെ പോകേണ്ടവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വെക്കുന്നതാണ്. ഇത് കുക്കറിലോട്ട് ഇടുകയാണ്. ഇതിനൊപ്പം തന്നെ അരപ്പോട് ഒഴിക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മളിതിന് അധികം വെള്ളം ചേർക്കേണ്ട ഒരു കാര്യമില്ല. വെള്ളരിക്കയ്ക്ക് തന്നെ വെള്ളമുണ്ട്. ആ വെള്ളത്തിൽ വേവാനുള്ളതേ ഉള്ളൂ. പിന്നെ മാങ്ങയാണ് കഷ്ണം, ചെറിയ ഉള്ളിയാണ്. അതിനൊന്നും വലിയ വേവുള്ളതല്ല. അരപ്പ് കലക്കി ഒഴിച്ചാൽ മാത്രം മതി. ഷുഗറുള്ളവർക്ക് ഈ കറി ഏറ്റവും നല്ലതാണ്. ഇത് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ വെക്കുന്നതാണ്. ഒരു വിസിൽ വന്നാൽ നമുക്കിനി ഇത് വാങ്ങി വെക്കാം. വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കടുക് താളിച്ചിടാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഡിഷിലോട്ട് മാറ്റാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എന്നെ സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.